കോഴിക്കോട് മിഠായി തെരുവിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി. എസ്.എം. സ്ട്രീറ്റിലെയും മൊയ്തീൻ പള്ളി റോഡിലെയും വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും ചേർന്നാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നടത്തിയ സമൂഹ നോമ്പുതുറ കുറെ കൂടി വിപുലമായി ഈ വർഷം നടത്താൻ മിഠായി തെരുവിലെ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉന്തുവണ്ടി വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും സംഘാടനത്തിൽ കൈകോർത്തു. നമ്മളൊരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ടാണ്, മാതൃകയായിട്ടാണ് എസ്.എം. സ്ട്രീറ്റ് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളെ ബിസിനസ്സുകാരായി, തെരുവച്ചവടക്കാരായി, എല്ലാ മതക്കാരും കൂട്ടുപിടിച്ചിട്ട് ഒരു വലിയൊരു നോമ്പുറ നടത്താമെന്ന്. ഈ തല മുതൽ ആ തല വരെ NP റോഡ്, ലാൻഡ് ബിൽഡിംഗ് എല്ലാ സ്ഥലത്തും ഉണ്ട്. തെരുവച്ചവടക്കാർ, തൊഴിലാളികൾ, പോട്ടർമാർ, നമ്മളെ ജീവനക്കാർ എല്ലാവരും ഒരു കൂട്ടായ്മയാണിത്. ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ വർഷവും ഇനി എപ്പോഴാണ് മിഠായിയിൽ നോമ്പുതുറ എന്നാണ് ആളുകൾ കാതോർത്തിരിക്കുന്നത്. അത് തുടർന്ന് അങ്ങോട്ട് എല്ലാവരും സഹകരണം നടത്തുന്നതാണ് നമുക്ക് പറയാനുള്ളത്. നോമ്പുതുറ എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായവും ഒന്നിച്ചിട്ട് ആഘോഷിച്ച് ജാതി മത ഭേദം തന്നെ സംഗതി മുസ്ലിങ്ങളാണെങ്കിലും അത് അങ്ങനെ വേർതിരിവില്ലാതെ ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് വ്യാപാരികളുണ്ട്, വഴിയോര കച്ചവടക്കാരുണ്ട്, എല്ലാ ആളുകളും ഇതിലുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസ നേരാണ്. 12 പേർക്ക് ഇരിക്കാവുന്ന 240 മേശകളാണ് ഇഫ്താറിന് ഒരുക്കിയത്. മിഠായി തെരുവിലും MP റോഡിലും മേശകളും കസേരകളും നിരന്നു. മലബാറിൽ തയ്യാറാക്കുന്ന വിശേഷ വിഭവങ്ങളെല്ലാം നോമ്പുതുറയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കോഴിക്കോടിനും അതൊരു കോഴിക്കോടിന്റെ മനുഷ്യരുടെ സ്വഭാവം കാണിക്കുന്ന രീതിയാണ്. കാരണം കോഴിക്കോടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിഥികളെ സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സാണ്. അതൊരു വേറൊരു ജില്ലക്കില്ല. അപ്പൊ ഈ കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിൽ നിന്ന് വന്നാലും കോഴിക്കോട് മിഠായി തെരുവിൽ കാല് കുത്താതെ ഒരു മനുഷ്യനും ഈ കോഴിക്കോട് വിട്ടുപോകില്ല. ആ മനുഷ്യരെ നമുക്ക് സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, ദേശമില്ല, നിറമില്ല, ഒന്നും പാർട്ടി വരെ ഇല്ല. അതുകൊണ്ട് ഇവിടെ തൊഴിലാളികളും വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നോമ്പെന്ന് ഇത്ര ഭംഗിയായിട്ട് നടത്താനാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. അതുപോലെ ഭംഗിയായിട്ടുണ്ട്. നമ്മളെ നോമ്പ് പറഞ്ഞിട്ട് റംസാൻ മാസത്തിലുള്ള നോമ്പാണ്. ആ നോമ്പ് പുണ്യ സമയത്തുള്ള നോമ്പാണ്. അത് നല്ല ഐക്യത്തോടു കൂടിയ ഇവിടെയുള്ള കച്ചവടക്കാർ, വ്യാപാരികൾ, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ, ഇവിടുത്തെ പോട്ടർമാർ എല്ലാവരും കൂടിയുള്ള കൂട്ടായ്മയാണ്. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമർക്കും ഇതേപോലുള്ള സ്ട്രീറ്റ് എവിടെയും ഉണ്ടാവില്ല. ഡൽഹിയിൽ പോലും ഇതേമാതിരി ഉണ്ടാവില്ല. ഇവിടെ ആയിരിക്കും ആദ്യമായിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിപ്പോൾ 2ാമത്തെ കൊല്ലാണ്. ഇത് ഇനിയും നല്ലോണമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട 3000-ലേറെ പേരാണ് നോമ്പുതുറയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്.